വെൽക്കം. നമ്മൾ ഇതിൻ്റെ പാർട്ട് 2 ആണ്. ഗയയിലേക്കുള്ള നമ്മുടെ ഇതിൻ്റെ സ്റ്റോറേജ് തീർന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് റെക്കോർഡിങ് ചെയ്യേണ്ട ഒന്ന് സ്പേസ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് റെക്കോർഡിങ് ചെയ്യേണ്ട ഒന്ന് 50 സ്പീഡ് ലിമിറ്റ്. ഗയ എത്താൻ വേണ്ടി 59 കിലോമീറ്ററും കൂടി ട്രെയിൻ എത്താൻ സ്പീഡുണ്ട്. ദഹൻബാദ് എനിക്ക് ആ സ്ഥലത്തിൻ്റെ പേരിട്ടുള്ള ആ സ്റ്റേഷൻ്റെ ദഹൻബാദിന്ന് അത്യാവശ്യം ഇതുണ്ട്, തുരങ്കങ്ങളുണ്ടായിരുന്നേ. ഒരു പാലം കയറുന്ന ഒരു പാലത്തിൽ കൂടെ പറന്നടിച്ചിറങ്ങി. ചെയിൻ വലിച്ച് നിർത്തട്ടെ. നമ്മളുടെ ട്രെയിൻ ഇവിടെ നിർത്തിയിട്ടുണ്ട്. കുറച്ചുകൂടി സിഗ്നലിലേക്ക്. റെഡ് സിഗ്നല് ഞാൻ കാണിച്ചു തരാം. ഇവിടെ തെളിഞ്ഞുകൊണ്ടാണ് പെട്ടെന്ന് വലിച്ചത്. ഈ റെക്കോർഡിൽ കുറച്ച് വോയിസ് വ്യത്യാസമൊക്കെ ഉണ്ടാവും. ഓക്കെ, നമ്മൾ ട്രെയിൻ വലിക്കുകയാണ്. ഒറ്റ ട്രെയിൻ വന്നുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ട്രെയിനിൻ്റെ മുഖാമുഖം കടന്നു പോകുന്നു. നമുക്ക് സിഗ്നൽ ഗ്രീൻ ആയിട്ടുണ്ട്. പെട്ടെന്ന് ഗ്രീനായൊന്ന് നമ്മൾ ഇപ്പം കറക്റ്റ് ടൈമിങ്ങിനാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഗെയിം ടൈം നോക്കുകയാണെങ്കിൽ 14 മിനിറ്റാണ് ഗെയിം ടൈം. ഞാൻ കാണിച്ചു തരാം. ഗെയിം ടൈം അവിടെയാണ്. ഇതുണ്ടോ ഗൈസ്? ഇതാണ് ഗൈസ് ഗെയിം ടൈം. ഈ റെഡിൻ്റെ ടൈം ഇത് കാണിക്കാനുണ്ടോ? ഇതാണ് ഗെയിം ടൈം. അത് 14 ഗൈസ് സോറി, നമുക്ക് ചെറിയൊരു പ്രശ്നം വന്നുകൊണ്ട് നമ്മൾ ബാക്ക് അടിച്ചത്. ഗൈസ് ഗെയിം ടൈം 14 മിനിറ്റാണ് നിങ്ങൾ കാണിച്ചില്ലേ? അതാണ് ഗൈസ് ഗെയിം ടൈം എന്ന് പറയണത്. അപ്പോൾ നമ്മുടെ ട്രെയിൻ വീണ്ടും പറക്കുവാണ്. 44 ആയിട്ടുണ്ട്. ഓണൊക്കെ അടിക്കുന്ന പറന്നിട്ടിട്ട് സ്റ്റേഷനിലേക്ക്. അത്യാവശ്യം സന്ധ്യ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. പൊക്കത്തെ ലൈറ്റിൻ്റെ ഒരു വെട്ടം കണ്ട പ്രകാശം. പക്ഷേ ലൈറ്റ് കഴിഞ്ഞാൽ അകത്തൊത്തൊന്നും മര്യാദയ്ക്ക് കാണൂല. അടുത്ത് പിടിച്ചിട്ടില്ല. എല്ലാം സ്റ്റേഷൻ്റെ ആണോന്നാണ്. അടുത്തും കൂടെ കണ്ടിട്ട് നിർത്തിയാൽ മതി. ഓക്കെ, സ്റ്റേഷൻ സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. ട്രെയിനിൻ്റെ ഗയയിലേക്ക് എത്തണം. ഗയ കഴിഞ്ഞ അടുത്ത സ്റ്റേഷൻ ഏതാണെന്ന് നോക്കണമല്ലോ. GTP എന്ന് പറഞ്ഞ ഏതോ സ്റ്റേഷനാണെന്നാണ് ഗയ കഴിഞ്ഞ് കഴിഞ്ഞാൽ. സ്റ്റേഷനിലേക്ക് കയറുന്നു. 64 കിലോമീറ്ററിൽ നമ്മൾ ട്രെയിൻ പറന്നടിച്ച് കയറുവാണ്. റോഡിൽ കുറച്ചിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഒന്ന് പേടിക്കട്ടെ, ട്രെയിനോട് നിർത്തിയില്ലെന്ന് കരുതി. ഗയ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. ഗയയിൽ നമ്മുടെ ട്രെയിൻ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അനൗൺസ്മെൻ്റാണ് ഈ കേൾക്കണേ. നമ്മുടെ ട്രെയിൻ മാത്രമാണ് ഗയയിൽ ഇപ്പോൾ ഉള്ളൂ നിലവിൽ. ട്രെയിനിൻ്റെ വലിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ട്രെയിൻ മാത്രമേ ഉള്ളൂ ഗയയിൽ. റെഡ് സിഗ്നൽ, വെയിറ്റിംഗ് ഫോർ പാസഞ്ചേഴ്സ്. ഓക്കെ, ആൾ കയറിയിട്ടുണ്ട്. ട്രെയിനിൻ്റെ ഗയയിൽ നിന്ന് നമ്മൾ ഹോൺ അടിച്ച് ഇറക്കുവാണ്. ഗയ ജംഗ്ഷൻ 30. അതേത് സ്റ്റേഷനാ? PTDD ഉത്തദയ എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്കാണ് നമ്മൾ ട്രെയിൻ അടുത്തതായിട്ട് നിൽക്കാൻ പോണത്. ഗയ അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ടെന്നാണ് നിങ്ങളോട് പറഞ്ഞായിരുന്നു സ്റ്റേഷനിലേക്ക്. കാരണം ഗയ വരെ സ്റ്റേഷൻസ് അടുത്തടുത്താണ്. പിന്നെ ഗയ കഴിഞ്ഞ് അങ്ങോട്ടേക്ക് സ്റ്റേഷൻസ് അടുത്തടുത്താണ്. എന്ന് വെച്ചാൽ ഗയ കഴിഞ്ഞ് പോണ സ്റ്റേഷൻസൊക്കെ മിക്കതും അടുത്തടുത്ത സ്റ്റേഷൻസാണ്. പക്ഷേ ഗയയിലേക്ക് വന്ന സ്റ്റേഷൻസൊക്കെ, ഡൽഹിയിൽ നിന്ന് ഗയയിലേക്ക് വന്ന സ്റ്റേഷൻസൊക്കെ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. ഗയ കഴിഞ്ഞിട്ട് ദുർഗാപൂർ അങ്ങോട്ട് വന്ന സ്റ്റേഷൻസൊക്കെ അടുത്തടുത്താണ് ഗൈസ്. അപ്പോൾ നമ്മൾ ന്യൂഡൽഹിയിൽ നിന്ന് ഇതിലെ ഏറ്റവും ലോങ്ങസ്റ്റ്, ഈ ഗെയിമിലത്തെ ഏറ്റവും ലോങ്ങസ്റ്റ് മാപ്പാണ് ന്യൂഡൽഹി ടു അടുത്ത സ്ഥലം വരെ. ആ മാപ്പ് നമ്മൾ കളിക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ ഗൈസ്. ഓക്കെ,
പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മുടെ ട്രെയിൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെ നമുക്കിനി ഓക്കെ നമുക്ക് ഗയേന്ന് പിടിച്ചിട്ടൊന്നും കിട്ടിയിട്ടില്ല. പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഗയേന്ന് ഇനി പിടിച്ചിട്ട് കഴിഞ്ഞാൽ ഷോക്ക് ഔട്ടാ ഗൈസ്. ഗെയിമിൽ ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലാണ്ട് തന്നെയാണ് നമ്മുടെ ട്രെയിൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഗെയിമിൽ പിടിച്ചിടുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഗെയിം എപ്പോഴാണ് പിടിച്ചിടണമെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, വലിയ പാലമാണ് അത്യാവശ്യം ഗൈസ്. പാമ്പൻ പാലമാണോ? അത്യാവശ്യം നീട്ടുന്നുണ്ട്. അത് എനിക്കിവിടെ ഈ ഒരു വ്യൂ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല നീട്ടുള്ളൊരു പാലമാണ്. പാസഞ്ചർ വ്യൂ എന്തൂട്ടാ, കിണ്ണം വ്യൂ ഇട്ട് നോക്ക്. അത്യാവശ്യം നീട്ടുള്ള പാലം തന്നെയാണ്. പാലം എന്തേ കഴിഞ്ഞ് അത്യാവശ്യം നീട്ടുണ്ട് കേട്ടാ. ഞാൻ ഈ റൂട്ട് ഫസ്റ്റ് ടൈമാണ്, അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. കാരണം ഞാൻ ഈ റൂട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇത് പാർട്ട് 2 ആണ് ഗൈസ്. എൻ്റെ ദുർഗാപൂർ ടു കാൺപൂർ പാർട്ട് 2 സെക്കൻഡ് ലാസ്റ്റ് സ്റ്റേഷനാണെന്നാണ് നമ്മൾ കയറാൻ പോണത്. ഇനിയുണ്ട് 120 കിലോമീറ്ററും കൂടിയാണ് സ്റ്റേഷനിലേക്ക് നമുക്കിനി ബാക്കിയുള്ളത്. അത്യാവശ്യം വലിയ കറവൊക്കെയാണ്. ഗൈസ് 50 സ്പീഡ് ലിമിറ്റ്. നമ്മൾ 106 30 നമ്മുടെ സ്പീഡ് ലിമിറ്റ്. നമ്മളപ്പോൾ ഈ വീഡിയോ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ട്രെയിൻ അങ്ങോട്ട് ചവിട്ടി വിടുന്നത്. മിക്കവാറും ഇല്ല ഗ്രീൻ സിഗ്നലിനായിട്ട് ഗൈസ് ഇവിടുന്ന് പിടിച്ചിടാണ്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ടൈം എന്തായാലും ശരിയാവും. ഈ സ്പീഡിൽ നമ്മൾ ട്രെയിൻ പോകണമെങ്കിൽ മിക്കവാറും പിടിച്ചിടാൻ നമ്മളെ ഗെയിം ഒരിക്കലും നമ്മൾ പോകത്തില്ല. ഗ്രീൻ തന്നെ കുറച്ച് 2 മിനിറ്റ് മുമ്പ് തന്നെ നമുക്ക് സ്പീഡ് കുറയ്ക്കാം. 120 നമ്മൾ കിടക്കത്തില്ല, കാരണം നമ്മൾ സ്പീഡ് കുറയ്ക്കുകയാണ്. 90 ആകുമ്പോഴേക്കും നമ്മൾ വീണ്ടും ത്രോട്ടിൽ കൊടുക്കുകയാണ്. നമ്മൾ 120 പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ സിഗ്നൽ ഇട്ട് കഴിഞ്ഞാൽ വലിച്ചെടുത്താൽ നമ്മൾ റെഡിൻ്റെ അപ്പുറം എത്തും. പിന്നെ സ്റ്റേഷനിൽ എത്താറുണ്ട് മിക്കവാറും സിഗ്നലൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. വീണ്ടും നമ്മൾ കുറയ്ക്കുകയാണെന്ന് ആൾക്കാർക്ക് തോന്നുന്നത്. നമ്മളൊരു 90 ഇട്ടിട്ട് വീണ്ടും നമ്മൾ കൂട്ടും. കാരണം 90 താഴത്തേക്ക് നമ്മൾ പോകണില്ല. ഏത് 90 താഴെ പോയാലേ കുഴപ്പമുള്ളൂ. 90 തന്നെ നമ്മൾ 100 കയറും. 100ലാണ് പോണത്. ഓക്കെ, ഗ്രീൻ സിഗ്നൽ അപ്പുറത്തെ ട്രെയിനിൻ്റെ സിഗ്നൽ എന്തുട്ടപ്പോൾ അടുത്തതിൽ പെട്ടെന്ന് തിരിക. ഓക്കെ തിരിഞ്ഞു വെച്ചോ. അപ്പുറം ഗ്രീനാണല്ലോ. ഇപ്പം ഏതോ ട്രെയിൻ പോകാനുണ്ടെന്ന് തോന്നുന്നു. അപ്പുറം ഗ്രീൻ തെളിഞ്ഞ് നടക്കണ്. അപ്പം ഏതോ ട്രെയിൻ പോകാനുണ്ട് കേട്ടോ ഗൈസ്. ചങ്ങാതി ചൂച്ചൂ ഗൈസ്. നമ്മൾ 91 വീണ്ടും റോഡിൽ ഫുള്ളാക്കിയിട്ടുണ്ട്. സ്റ്റേഷൻ എത്താറായി. ട്രാക്കായില്ലേ ഗായ്സ്. ഗെയ്യ നമ്മൾ ഇതുവരെ പിടിച്ചിട്ടിട്ടില്ല സ്റ്റേഷൻ വരെ. ഇപ്പോഴും എനിക്കറിയില്ല പിടിച്ചിടുമെന്ന്. ഗെയ്ത് ഇത്രയും നേരമായിട്ട് നമ്മളെ പിടിച്ചിട്ടിട്ടില്ല. സ്റ്റേഷൻ എത്തി, ഗെയ്യ എത്താറായി. അത്യാവശ്യം നമ്മൾ റോഡിൽ കുറച്ചിട്ടുണ്ട്. 63 സ്റ്റേഷനിലേക്ക് എത്തിച്ചേറിയാൽ മതി. 15 കിലോമീറ്ററും കൂടി പിടിച്ചിടാനാണ്. ആ കണ്ടില്ലായിരുന്നു ആ സിഗ്നല്. 33 തന്നെ പോകാൻ പയ്യ. 11 കിലോമീറ്റർ ഗൈസ്. ഗയന്ന് ഇവിടെ വരെ നമ്മൾ പിടിച്ചിടാണ്. ട്രെയിൻ കറക്റ്റ് ടൈം ഓൺ ടൈമിൽ തന്നെ സ്റ്റേഷനിലേക്ക് എത്താൻ പോകുന്നു. ഓൺ ടൈമല്ല, 1 മിനിറ്റ് ലേറ്റാണെങ്കിലും ഗൈസ് നമ്മൾ സക്സസ്ഫുള്ളി നമ്മളത് സാധിച്ചിട്ടുണ്ട് ഗൈസ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മളിത് എവിടെയും പിടിച്ചിടാണ്. നമ്മുടെ ട്രെയിൻ ദുർഗാപൂരിൽ നിന്ന് ഇറങ്ങിയിട്ട് ഗയ വരെ എല്ലാ സ്റ്റേഷനും മുമ്പ് നമ്മൾ 1 പ്രാവശ്യമെങ്കിലും പിടിച്ചിടും. പക്ഷെ ഇപ്പോൾ അതുപോലും നമ്മളോട് ചെയ്തിട്ടില്ല. ഒറ്റ പ്രാവശ്യം പോലും നമ്മളെ പിടിച്ചിടാണ്ട് നമ്മളിത് ഗയയിലേക്ക് നമ്മൾ ട്രെയിൻ കയറ്റാൻ പോവുകയാണ്. നമ്മുടെ ഡീസൽ ട്രെയിൻ നല്ല രീതിയിൽ ഇതുവരെ ഡീസൽ നടത്തിയിട്ടില്ല. ഗയയിലതേ ട്രെയിൻ നിർത്തിയിട്ടുണ്ട്. ഓക്കെ, വെയിറ്റിംഗ് ഫോർ പാസഞ്ചേഴ്സ്. ഓക്കെ, നമുക്ക് സിഗ്നൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പം ട്രെയിൻ എടുക്കാം. സിഗ്നൽ ഇട്ടിട്ടുണ്ട്.
ഗൈസ് ഓക്കെ 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 അടുത്ത സ്റ്റേഷൻ പ്രായാഗർജ്. ഏകദേശം പ്രായാഗർജ് 150 കിലോമീറ്ററാണ് ഗൈസ്. ഇത് നമുക്ക് പിടിച്ചിടാണ്ട് എത്തിക്കഴിഞ്ഞാൽ വി ഓൺ ടൈം, നമ്മുടെ ട്രെയിൻ ഓൺ ടൈമിലാവും. പക്ഷെ മിക്കവാറും പിടിച്ചിടും, കാരണം സ്റ്റേഷനിൽ 2 മിനിറ്റ് നമ്മൾ ലേറ്റ് ആക്കിയിട്ടുണ്ടാവും. അത് ബ്ലഡി ഫൂൾസ്. 2 മിനിറ്റാണ് ഗൈസ് നമ്മളെ സ്റ്റേഷനിൽ പിടിച്ചിട്ട് ലേറ്റ് ആക്കിച്ചത്. അത് നമുക്കൊന്നും ചെയ്യാം, കാരണം നമ്മുടെ സിഗ്നൽ 2 മിനിറ്റ് വൈകിപ്പോയായിരുന്നു. ഗൈസ് ഇതും കൂടി കഴിഞ്ഞാൽ നമ്മൾ കാൺപൂർ എത്തും. നമ്മുടെ വീഡിയോൻ്റെ ഏറ്റവും ലെങ്ത്തുള്ള 2 പാർട്ടായിട്ട് നമ്മൾ ഇറക്കാൻ പോണ വീഡിയോ. ഇതാണ് പാർട്ട് 2. ന്യൂഡൽഹി 2 മറ്റേ വീഡിയോ ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ എപ്പോഴെങ്കിൽ 1 മണിക്കൂറിൻ്റെ ഒരു വലിയ വീഡിയോ ചെയ്യും, അല്ലെങ്കിൽ 2 പാർട്ടൊക്കെ ആയിട്ട് ചെയ്യും. അപ്പോൾ ഗൈസ് പെർഫെക്റ്റ് ഗൈസ് എന്ന് വലിയ ഹാപ്പിയാണ്. ഇത് നമ്മൾ പിടിച്ച് 2 പോവുകയാണെങ്കിൽ പൊളിച്ച്, ഒന്നും പറയാനുള്ള മുത്തേ നമ്മൾ ജയിച്ചു. കാരണം നമ്മുടെ ട്രെയിനിന് വേണ്ടി ഒരു ട്രെയിനോടെ പിടിച്ചിട്ടായിരുന്നു, ഞാൻ പറയാൻ മറന്നു പോയതായിരുന്നു. നമ്മുടെ ഇത് കട്ടായപ്പോൾ നമ്മുടെ ഒരു ട്രെയിനിന് വേണ്ടി ഗയയിലേക്ക് പിടിച്ചിട്ടായിരുന്നു നമ്മുടെ ട്രെയിൻ. അപ്പോൾ അതേ നമ്മൾ ഗയയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന വഴിക്ക് ഒരു ട്രെയിൻ പിടിച്ചിട്ട് നമുക്ക് വേണ്ടി പിടിച്ചിട്ട്, കാരണം നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഓൺ ടൈം ആകും. കാരണം നമ്മൾ 63 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇപ്പോൾ 63 കിലോമീറ്ററിലാണ് ഗൈസ് നമ്മൾ 66 കിലോമീറ്ററായി. ഇങ്ങനെ നമ്മൾ പറപ്പിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്പീഡ് ലിമിറ്റ് വന്നിരിക്കുന്നത് 35ആണ്, പാളം തെറ്റാണ്ട് പോകാൻ. ഗൈസ് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിൻ 35 ഇങ്ങനെ പറപ്പിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും റെയിൽവേ ബസ്സിലൊരു 35 നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ 35 പോയി കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിൻ വീണ്ടും പിടിച്ചിട്ട് ലേറ്റ് ആകും. അപ്പോൾ വീഡിയോ ലേറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം സ്പീഡ് ലിമിറ്റ് നമ്മൾ നോക്കുന്നില്ല. സ്പീഡ് ലിമിറ്റ് നോക്കി എല്ലാ നിയമവും പാലിച്ച് വേണമെങ്കിൽ നിങ്ങളൊരു വീഡിയോ ചെയ്യും. നമ്മൾ കാൺപൂരിൽ നിന്ന് ദുർഗാപൂരിലേക്ക് തിരിച്ചു, അല്ലെങ്കിൽ ദുർഗാപൂർ കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തെ സ്റ്റേഷൻ വരെ നമുക്ക് കൂട്ടാം. ഓക്കെ, നമ്മുടെ ഗ്രീൻ സിഗ്നലാണ്. ഇരുട്ടായി വന്നുള്ളൂ ഗൈസ്. നമ്മൾ 90 കിലോമീറ്ററിലേക്ക് കിടക്കുന്നു. ഇതുവരെ നമ്മൾ പിടിച്ചിട്ടിട്ടില്ല. 66 കിലോമീറ്റർ കൂടി സ്റ്റേഷനിലേക്ക്. ഓക്കെ, പോട്ടെ അങ്ങോട്ട് പറക്കണ്ടേ ട്രെയിൻ അങ്ങോട്ട്. ആ ഗൈസ് ഇതുവരെ നമ്മളെ പിടിച്ചിട്ടിട്ടില്ല. നമ്മൾ ആ പോക്ക് തന്നെ പോകുന്നത്. ഒരു പാലം കയറുന്നു. ഓക്കെ ഗൈസ് നമ്മൾ പാലം കയറി പറക്കുവാണ്. അങ്ങോട്ട് നല്ല സ്പീഡ് 104 ആയിട്ടുണ്ട്. 104 കയറി നമ്മളൊരു 120 കയറുമ്പോൾ കുറയ്ക്കും. 120 വെച്ച് പെട്ടെന്ന് എങ്ങാലും സിഗ്നൽ ഗൈസ് സ്റ്റേഷൻ സിഗ്നൽ കയറിയിട്ടുണ്ട്. ട്രെയിൻ സിഗ്നലാണോ സ്റ്റേഷൻ സിഗ്നലാണോ അറിയാൻ പറ്റുള്ള. ഇത് സ്റ്റേഷൻ സിഗ്നൽ 18 കിലോമീറ്റർ സ്റ്റേഷൻ സിഗ്നലിൽ എത്തിയിട്ടുണ്ട്. ഈ സമയത്ത് 18 സ്റ്റേഷൻ കിലോമീറ്റർ ഗൈസ്. നമ്മൾ ഓൺ ടൈം നമുക്ക് ഓൺ ടൈം എന്ന് പറഞ്ഞ് 26 മിനിറ്റ് നമ്മുടെ ട്രെയിൻ ഓടുന്നു. 26 മിനിറ്റിൽ നമ്മൾ ഇടയ്ക്കൊന്ന് ലേറ്റായിപ്പോൾ പിടിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അതേ ഓൺ ടൈം സ്റ്റേഷനോടെ ഗൈസ്. സ്റ്റേഷനിലേക്ക് കയറാൻ പോകും. നമ്മൾ ഓൺ ടൈമാണ്. ഡീസൽ ട്രെയിനിൻ്റെ പവർ നിങ്ങൾക്ക് അറിയണം. ഇലക്ട്രിക് ഉണ്ടായിട്ട് കാര്യം നമ്മുടെ സാധനം പറന്ന് ഇലക്ട്രിക്കിനെ പിടിച്ചിട്ട് നമ്മുടെ സാധനം ഡീസൽ ട്രെയിൻ നമ്മുടെ ട്രെയിൻ ഇതാ നമ്മുടെ ഏത് സ്റ്റേഷനിത് പ്രായാഗ്ര ഈ സ്റ്റേഷനിലേക്ക് കയറുന്നു. 0 കിലോ ഗൈസ് സ്റ്റേഷനില്ലേ ഗൈസ്. നമ്മുടെ ഗൈസ് സ്റ്റേഷൻ വലിയ സ്റ്റേഷനാട്ടോ. ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം വലിയ സ്റ്റേഷനാ. അപ്പുറം ഉണ്ട്, പിന്നെ അത് തീർന്ന് ഇപ്പുറം തുടങ്ങുന്നുണ്ട്. സ്റ്റേഷൻ നമുക്ക് ഇവിടെ സ്റ്റോപ്പുണ്ട് ഗൈസ്. നമ്മൾ ഈ സ്റ്റേഷനിലേക്ക് കയറി നമ്മുടെ ട്രെയിൻ വലിക്കുകയാണ്. ഓക്കെ, അത്യാവശ്യം വലിയ സ്റ്റേഷനാട്ടാ. വേണ്ടതേ പകുതി വെച്ചിട്ട്. ഓക്കെ, വെയിറ്റിംഗ് ഫോർ പാസഞ്ചേഴ്സ്. ആളൊക്കെ ഒന്ന് പെട്ടെന്ന് ഇറക്കേ. സിഗ്നൽ കിട്ടി അപ്പം തന്നെ നമ്മൾ ട്രെയിൻ എടുക്കുകയാണ്. നോ വെയിറ്റിംഗ്. ഫോൺ അടിച്ച് നേരെ ട്രെയിൻ പുറത്തെടുത്തോ. യെല്ലോ സിഗ്നൽ കത്തി കിടക്കുവാണ്. ട്രെയിൻ എടുത്തോ. നമ്മൾ ഒറ്റ ഇനി കാൺപൂർ ഗൈസ്. നമ്മുടെ ലാസ്റ്റ് സ്റ്റേഷൻ കാൺപൂരിലേക്ക് നമുക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് ഗൈസ്. ഈ കാൺപൂരിലേക്കാണ് ഗൈസ് നമ്മൾ ട്രെയിൻ എടുത്തുകൊണ്ട് പോകാൻ പോകുന്നത്. അതെ, കാൺപൂർ 129 കിലോമീറ്റർ ഗൈസ്. മിക്കവാറും നമ്മളെ പിടിച്ചിടും കാൺപൂരിലേക്ക്. കാരണം
ഓൺ ടൈം ഇന്ത്യൻ ട്രെയിൻ നമ്മൾ കയറിയിട്ടുണ്ടെങ്കിലും കാൺപൂർ എത്തുമ്പോൾ നമ്മളെ പിടിച്ചിടും, അതെനിക്ക് ഉറപ്പാണ്. കാരണം കാൺപൂർ എത്തുമ്പോൾ നമ്മളെ പിടിച്ചിടാം. കാരണം നമ്മളിപ്പോൾ ഓൺ ടൈമിലാണ് പോകുന്നത്. പിടിച്ചിടാണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഗയ ടു കാൺപൂർ ഓൺ ടൈം, പെർഫെക്റ്റ് ഓൺ ടൈമിൽ തന്നെയാണ് പോകുന്നത്. ഓൺ ടൈം പോകാൻ കാരണം നമ്മൾ സ്പീഡ് ലിമിറ്റ് നോക്കാനുള്ള, ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും 35 കാണിച്ചു തരാം. 35 നമ്മുടെ സ്പീഡ് ലിമിറ്റ് വന്നേക്കണത്. അതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും കറക്റ്റ് ടൈമിന് നമുക്ക് നമ്മളെ പിടിച്ചിട്ട് ലാഗ് അടിപ്പിക്കും. മിക്കവാറും ഇവിടെ പിടിച്ചിടാൻ സാധ്യത ഫുള്ളും കാണുന്നുണ്ട്. കാരണം നമ്മളെ സ്റ്റേഷനിൽ നമ്മൾ ഓൺ ടൈമിന് തന്നെ എന്താ സിഗ്നൽ ചാടി 10 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ ത്രോട്ടിലൊരു ട്രെയിനുണ്ട്. കാരണം ട്രെയിനൊന്ന് എൻജിൻ പെട്ടെന്ന് നിർത്തി, എന്താ പയ്യെ നിർത്തി അതൊന്ന് കുറച്ച് നേരം 2 മിനിറ്റൊക്കെ കിടന്ന് വരുമ്പോഴേക്കും എൻജിൻ്റെ ആ ചൂട് ചെറുതായിട്ട് കുറയും. ഫോണാക്കുമ്പോൾ ആ ചൂടൊക്കെ ഒന്ന് പയ്യെ ആയി എടുത്ത് വരുമ്പോഴേക്കും സമയം. കാരണം 10 സെക്കൻഡിൽ വീഴുന്ന റോഡിലെടുത്താലും എൻജിൻ കറങ്ങി എത്തണ്ടേ. അപ്പം അങ്ങനെ വെക്കുമ്പോഴും അത്യാവശ്യം സമയം എടുക്കുമ്പോൾ എനിക്ക് ശരിക്കും പറയാം പിടിച്ചിടാണ്ട് ഇങ്ങനെ നമ്മൾ കാൺപൂർ വരെ എത്തിക്കഴിഞ്ഞാൽ ഗയ തൊട്ട് കാൺപൂർ വരെ നമ്മൾ ഇതുവരെ പിടിച്ചിട്ടില്ല. നമ്മൾ പിടിച്ചിടാണ്ടാണ് നമ്മുടെ ട്രെയിൻ പറക്കുന്നത്. ആ ഒരു പറപ്പിൻ്റെ തന്നെ കഴിവ്. നമ്മൾ വീണ്ടും പറന്നടിക്കുന്നു. 90, 80, 83, 84, 85 കയറ് 85. മിക്കവാറും നമ്മൾ അടുത്ത 2-3 വീഡിയോയ്ക്ക് ശേഷം നമ്മുടെ അടുത്ത ഡീസൽ ട്രെയിൻ ഇറക്കുന്നതായിരിക്കും. ഇതല്ല എറണാകുളം ടൈപ്പിൽ വെക്കില്ല, ആ ഡീസൽ ട്രെയിൻ ഇറക്കും. ഓക്കെ നമ്മൾ ഓൺ ടൈമാണ്. നമ്മൾ ഇനി പിടിച്ചിടാൻ പറ്റത്തില്ല. കാരണം ഇനി പിടിച്ചിടണമെങ്കിൽ അവിടെ നിന്ന് വൈകി തന്നെ ട്രെയിനെ പിടിച്ചിടണം. ഡൽഹിയിലേക്ക് എടുത്താൽ മതിയായിരുന്നു. കാൺപൂർ ടു ഡൽഹി വേണ്ട. ഇത് ഡൽഹി വരെ ഉണ്ട്, പക്ഷെ നമുക്ക് കാൺപൂർ വരെ ഓട്ടോ ഉള്ളൂ. ഇത് ഇവിടെ നിന്ന് ഈ ലോക്കോ ഊരൂരാന്ന് തോന്നുന്നു. ഡൽഹി ചെന്നിട്ടായിരിക്കും ലോക്കോ 50. ഓക്കെ പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ട്രെയിൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അടിക്കാൻ ഹോൺ അടിക്കട്ടെ. സ്റ്റേ ഹൈസ്. നമ്മളെ കമ്പാർട്ട്മെൻറ്റൊക്കെ ലൈറ്റ് ഇട്ടേക്കുവാണ്. അപ്പോൾ അത് നമ്മൾ കാൺപൂരിലേക്ക് എത്താറായിട്ടുണ്ട്. നിങ്ങളൊക്കെ അയ്യോ ലഗേജൊക്കെ എടുത്ത് തയ്യാറായിരുന്നു. നമ്മളിപ്പോൾ കാൺപൂർ എത്തുന്നതാണ്. 120 ആയിട്ടുണ്ട്. സ്പീഡ് കുറയ്ക്കുവാണ്. 92 ഇപ്പോൾ നമ്മൾ വീണ്ടും റോഡിൽ ഫുള്ളാക്കിയിട്ടുണ്ട്. പറക്കട്ടം കൊണ്ട് 20 മിനിറ്റാണ് നമ്മളെ ഗെയിം. 30 മിനിറ്റ് ആയിട്ടുള്ളൂ. നമ്മൾ നമ്മുടെ ദുർഗാപൂരിൽ നിന്ന് കാൺപൂർ വരെ എത്ര മിനിറ്റാണ് നോക്കാം. നമ്മൾ ലാസ്റ്റ് എന്തായാലും മിനിറ്റ് ഉണ്ടെന്ന് നോക്കാം. ദുർഗാപൂർ കാൺപൂർ ഇന്നാണെങ്കിൽ നമ്മൾ എന്താ ദുർഗാപൂരിൽ നിന്ന് താഴത്തേക്ക് ഇടും. നമ്മളിപ്പോൾ ദുർഗാപൂരിൽ നിന്ന് പൊക്കത്തേക്കാണ് കയറി വന്നേക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താ നമ്മൾ 31 മിനിറ്റ് ആയിട്ടുണ്ട്. പിടിച്ചിട്ടില്ലല്ലോ ഗൈസ്. ഇനി പിടിച്ചിടൂല, എനിക്ക് എല്ലാം ഉറപ്പുണ്ട്. ഇനി പിടിച്ചിടാനും പറ്റത്തില്ല നമ്മുടെ ട്രെയിനെ. കാരണം നമ്മുടെ ട്രെയിൻ ഇനി പിടിച്ചിറങ്ങി അവന്മാർ കുറച്ച് പാടുപെടും. അയ്യോ വലിച്ചു തോറ്റ് പിടിച്ചിട്ടാണ് കണ്ടേ ഗൈസ്. നമ്മളത് നോക്കി ഗ്രീനാണല്ല. നമ്മൾ ഗയ്യെന്ന് ഇതുവരെ നമ്മൾ പിടിച്ചിട്ടിട്ടില്ല. അതെ കാൺപൂർ സ്റ്റേഷനിലേക്ക് നമ്മുടെ ഡീസൽ ലോക്ക് വെച്ചാൽ നമ്മൾ ഓടിക്കുന്ന ട്രെയിൻ ഇതാ കാൺപൂരിലേക്ക് കയറുവാണ് പിടിച്ചിടാണ്ട്. നമ്മൾ മിക്കതും കാൺപൂറും എനിക്ക് ഒന്ന് ഗയ്യെന്ന ട്രെയിൻ ഓൺ ടൈമിൽ കാൺപൂരിലേക്ക് കയറുവാണ്. ഇവിടെ ഞങ്ങൾ നിർത്തുന്നില്ലെങ്കിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യുക. ഓക്കെ ഗൈസ്, നമ്മളിത് ലോക്കോന്നി പറഞ്ഞു. കാരണം നമ്മൾ എത്തേണ്ട സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ മിഷൻ കംപ്ലീറ്റഡ്. നമ്മൾ ഗയേ വേണ്ടതേ ഡൽഹി നമ്മുടെ ട്രെയിനിന് ഇവിടുന്ന് ന്യൂഡൽഹി വരെ പോകുന്നതാണ്. അപ്പോൾ ഗൈസ് ബൈ.